അക്ഷരനഗരിയെ പൂരാവേശത്തിലാഴ്ത്തി ആനയൂട്ടും ഗജസംഗമവും ഭക്തജനങ്ങളുടെയും കാണികളുടെയും മനം കവർന്ന 17ഓളം ആനകളാണ് പങ്കെടുത്തത്. തലയെടുപ്പിലും ഗാംഭീര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ആനകളാണ് ആനപ്രേമികൾക്ക് കാഴ്ച വിരുന്നൊരുക്കാനെത്തിയത്. ആനപ്രേമികൾ ആനയൂട്ടിൽ പങ്കെടുക്കുന്നതിനും ഗജവീരന്മാരെ കാണുന്നതിനും നേരത്തെ തന്നെ എത്തി സ്ഥാനം പിടിച്ചിരുന്നു. വൈക്കം ശൈലേഷിന്റെ വിവരണത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് തിരുനക്കര ക്ഷേത്ര ഗോപുരവാതിൽ കടന്ന ആനകൾ ഓരോന്നായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആനപ്രേമികളുടെ ആവേശം അണപൊട്ടിയത്. തിരുനക്കര ശിവൻ, പുതുപ്പള്ളി സാധു, പാമ്പാടി സുന്ദരൻ, തോട്ടക്കാട് രാജശേഖരൻ, വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി, വേമ്പനാട് മഹാദേവൻ, തോട്ടക്കാട് കണ്ണൻ, പടിഞ്ഞാറേ മഠം ശങ്കരൻ, ഹരിപ്പാട് അപ്പു, വേമ്പനാട് വാസുദേവൻ തുടങ്ങിയ കൊമ്പന്മാരും ഓതറ ശ്രീപാർവതി, കുമാരനല്ലൂർ പുഷ്പ, ഉമാമഹേശ്വർ മഠം ഉമാദേവി, വേണാട്ടുമറ്റം കല്യാണി, ചാന്നാനിക്കാട് ഷീല തുടങ്ങിയ പിടിയാനകളും അണിനിരന്നു. സഹ്യപുത്രനായ തിരുനക്കര ശിവനായിരുന്നു ആനയൂട്ടിലെ പ്രധാന ആകർഷണം. ആർപ്പുവിളികളോടെയും കരഘോഷത്തോടെയുമാണ് ഓരോ ഗജവീരന്മാരെയും ക്ഷേത്രം നടക്കി പുറത്ത് കാത്തുനിന്ന ആനപ്രേമികൾ വരവേറ്റത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ നിരയും പുരുഷാരവത്തിലുണ്ടായിരുന്നു. രാവിലെ 8 മുതൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വിഭവസമൃദ്ധമായ ആനയൂട്ട് ആരംഭിച്ചു. കരിമ്പ്, ചോറ്, കൈതച്ചക്ക, തണ്ണിമത്തൻ, പഴം, ശർക്കര, ഔഷധക്കൂട്ട് എന്നിവ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകിയത്. ആനകൾക്ക് ഭക്ഷണം നൽകാൻ ഭക്തർക്ക് അനുമതിയില്ലെങ്കിലും ആനയൂട്ട് കാണാനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. ഗജവീരന്മാരുടെ ചിത്രങ്ങളും വീഡിയോകളും ആനയ്ക്കൊപ്പം ചിത്രങ്ങൾ പകർത്തുന്നതിന്റെയും സെൽഫി എടുക്കുന്നതിന്റെയും തിരക്കിലായിരുന്നു യുവ ആനപ്രേമികളും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.